ഇതൊക്കെ എന്തായാലും യൂട്യൂബിലൊന്നും ഇടൂല. ഒക്കെ എന്തരിക ഇത് തന്നെ ഡോണ്ട് മൈൻഡ് കൊണ്ടേന്ന് മൈൻഡ് ചെയ്യേണ്ട വയസ്സ് ഞാൻ വീഡിയോ എടുക്കണം. എന്താണ് ബർത്ത്ഡേ ഗേൾ രാത്രി 1:30 ഇപ്പം സമയം എത്രയായി 1:50 വീഡിയോ എടുക്കണമെന്ന് വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണല്ല. നമുക്ക് നമ്മൾ രാത്രി കഷ്ടപ്പെട്ട് വാങ്ങിച്ച കേക്ക് തിന്നാ. ഓക്കെ ബൈ ഗൈസ്, പിന്നെ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് December 30. എനിക്ക് ചിരി വരുന്നത് സത്യം എന്താണെന്നറിയില്ല. എനിവേസ് അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ സബ്സ്ക്രൈബ്, ഡോണ്ട് ലൈക്ക്, ഡോണ്ട് ഷെയർ, ഡോണ്ട് കമൻറ്റ്. ഓക്കെ ബൈ. ഓക്കെ അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 7-7:30 കഴിഞ്ഞു. നേരത്തെ എണീക്കണം വിചാരിച്ചു, പക്ഷേ നടന്നില്ല. കാരണം കിടന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ രാത്രി കുറച്ച് വീഡിയോ ഒക്കെ ചുമ്മാ എടുക്കണമെന്ന് വിചാരിച്ചു. അവസാന നിമിഷമാണല്ലോ എല്ലാം ആലോചിച്ച് ഞാൻ ചെയ്യാറ്, അതുകൊണ്ട് അത് ഇച്ചിരി ലേറ്റായിപ്പോൾ. അപ്പോൾ പിന്നെ രാത്രി ഇരുന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. അപ്പം ഇന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ എന്തോന്നോ ഇല്ലേ, ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ വിചാരിക്കുന്നു. ഇക്കരെ ചിരി പറഞ്ഞു എൻ്റെ സംസാരം കേട്ടിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇനി അമ്പലത്തിൽ പോവും, എന്നിട്ട് കഴിക്കും, എന്തെങ്കിലും നടക്കും. ഇന്ന് ഹെയർ കട്ട് ചെയ്യുന്നു പറഞ്ഞു. അമ്മ പറഞ്ഞു ബർത്ത്ഡേയുടെ അന്ന് ആരെങ്കിലും ഹെയർ കട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഓൾറെഡി 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷേ എന്തും നല്ലോണം ഇപ്രാവശ്യം വന്ന ഉടൻ തന്നെ ഹെയർ കട്ടിങ് നടക്കുന്നില്ല. ബാക്കിയെല്ലാ കാര്യങ്ങളും അതേപോലെ നടക്കുന്നുണ്ട്, പക്ഷേ ഹെയർ കട്ട് ചെയ്യണ പ്ലാൻ മാത്രം ക്യാൻസൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഹെയർ കട്ട് ചെയ്യണം. കാരണം എനിക്ക് ഈ ലോങ് ഹെയറിനേക്കാളും ഷോർട്ട് ഹെയർ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാനും. അതാണ് എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരു മിനിറ്റ്. അപ്പം പ്രത്യേകിച്ച് ഇനി റെഡി ആവുന്നില്ല. ഇനി ഓൾറെഡി ഞാൻ നല്ല റെഡി. രാവിലെ എണീറ്റപ്പോഴേ വിചാരിച്ചു മൊത്തത്തിൽ മീൻസ് അപ്പോഴേ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പിന്നെ വിചാരിച്ചു എനിക്ക് കുറച്ച് ട്രാൻസ്ജെൻഡർ റീലൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്, നടക്കുമായിരിക്കും. ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റാർട്ടിങ്ങിന്. ഇപ്പം അത് എങ്ങനെയാണ് എൻ്റെ അവസാനം എന്താവും എന്ന് പറഞ്ഞൂടാ. ബട്ട് എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താവും എന്ന് കണ്ടറിയും. ഞാൻ ഇനിയിപ്പോൾ തല ജസ്റ്റ് ഇനി പിറകിലോട്ട് ഇങ്ങനെ വാരിക്കെട്ടണം, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ എല്ലാ ബർത്ത്ഡേ ഞാൻ എപ്പോഴും ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് എൻ്റെ ബർത്ത്ഡേ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. എങ്ങനെ ഭയങ്കര ഒരു കാമായിട്ട്, ഭയങ്കര ക്വയറ്റായിട്ട്, ഭയങ്കര സമാധാനത്തോടെ അവസാനിക്കണം. എനിക്ക് ഭയങ്കര ആ ഒരു ഇതായിട്ട് വേണമെന്ന് തോന്നുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നത് ഇഷ്ടമാണ്. ബട്ട് എപ്പോഴും വിചാരിക്കും കുറച്ച് എന്തോ എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണം. സാധാരണ ബർത്ത്ഡേ എല്ലാവരും അടിച്ചു പൊളിക്കണം അങ്ങനെയൊക്കെയാണല്ലോ നോർമലി. എനിക്ക് ചില സമയം തോന്നും അടിച്ചു പൊളിക്കണം, ചില സമയം തോന്നും കുറച്ച് ഭയങ്കര നോർമൽ ഡേ പോലെ പോയാൽ കൊള്ളാൻ തോന്നും. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാവോ എന്നറിയത്തില്ല. ബട്ട് എനിക്ക് മൈൻഡ് ചെയ്യേണ്ടത് കേട്ടാൽ ഈ കമ്മലിൻ്റെ കൂടെ ചേരും. ബട്ട് എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, ബിസി ആയിരിക്കും നമ്മളെപ്പോഴും. വിഷ് ചെയ്യുന്നവർക്കെല്ലാം താങ്ക് യു ഇതന്നെയായിരിക്കും.
നല്ലയാ. കുറേ താങ്ക്സ് ഉണ്ട്. ഞാൻ എല്ലാം നോട്ടിഫിക്കേഷനിൽ കയറിയിട്ടാണ് താങ്ക് യു കൊടുക്കണം. അല്ലാതെ ചാറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വട്ടാവും. കുറേ ഉണ്ടല്ലോ, എല്ലാം കൂടെ ഇതായിപ്പോ. ഏത് നീ മൈക്ക് എടുത്തില്ലല്ലേ? ആ ദക്ഷിണ കൊടുക്കാം. അവിടെയൊക്കെ ഇടാനൊക്കെ കേട്ടാ. അച്ഛാ ബൈ. പോകാൻ പോയിട്ടോ. നോക്കി പോയിട്ട് വേഗം വരണം. അച്ഛാ ഞാൻ ദോശ ഇട്ട് വെച്ചേക്കാം. ചായ ഓക്കെ. എന്ത് നോക്കണ നീ? തുളസിയാ? ഏത് പൂ? നിനക്കും വെച്ച കേട്ടോ. ജാടാ കുപ്പത്തിന് വീഡിയോ എടുക്കായിരുന്നു. അപ്പൊ മസാല ദോശ കഴിക്കാൻ പോകില്ലെന്ന് നീ ബർത്ത്ഡേ ആയിട്ട് വീട്ടിൽ നിന്നല്ലേ കഴിക്കാൻ? ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് കണ്ടു. ചോക്കറിനെ പോലെ ഉണ്ടല്ലേ. എൻ്റെ ചന്ദ്രൻ കണ്ടു കൊടുക്കുക. ഞാനേ മസ്കാര ഇട്ടില്ല. ഞാൻ കൊള്ളാമല്ല കാണാൻ. അത്ര ട്രഡീഷണൽ തന്നെ കൊള്ളു. ഇങ്ങോട്ട് കാണി, എൻ്റെ അടുത്തോട്ട് കാണി, അടുത്തോട്ട് കാണി. ചിരിക്കട്ടെ. ബൈ. പോവാം ഗൈസ്, വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോവാം. ഇങ്ങനെ ഇരിക്കും. നിന്റെ പോകാൻ തീരെ ചെറുതുമല്ല നിന്റെ അടുത്തിരിക്കുമ്പോൾ. ചെറുതി തന്നെ അമ്മ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? അമ്മ ബുദ്ധിപൂർവ്വം എനിക്ക് ദോശ ഇട്ട് തന്നു. എന്റെ തലമുടി ഇപ്പൊ വണ്ടി ഇരുന്ന് മൊത്തം ഉടക്കായി. നോക്ക് എന്റെ തലമുടി ഇരിക്കുന്നു. കൊള്ളാല്ലേ, മുടിയിൽ പൂ ഇരിക്കണാണ്. എന്റെ ഒരു ലിപ്സ്റ്റിക്കും കാണില്ല. നിന്റെ ചേച്ചി അമ്മടെ ചെറിയ ലിപ്സ്റ്റിക് എവിടെ? അമ്മ കിട്ടിയാ നല്ലത്. എനിക്ക് ചെറിയ ഗ്ലാസ്സില് ചായ തന്നീ അമ്മ. എന്തെങ്കിലും പറയാനുണ്ടോ അതിന്? എല്ലാ വീഡിയോ അക്ക എന്നെ കാണിക്കാൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ചെറിയ ചായ, ചെറിയ പാത്രം ചായ തന്നെ. അയ്യോ, വലുതിൽ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ കൊടുക്കും. അപ്പൊ പിന്നെ ഉള്ളത് നീ കുടിക്കുന്നത് മാത്രം നമ്മൾ നാട്ടുകാരെങ്ങനെ രക്ഷപ്പെടും? അത്ര അതല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ചെറിയ ഗ്ലാസ്സിലല്ലേ ഞാൻ കുടിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് കുടിച്ച് അവസാനം എന്നായി, എനിക്കിപ്പം ഇവിടെ വന്നിട്ട് വലിയ ഗ്ലാസ് ചായ കുടിക്കുന്നത് ഇറങ്ങുന്നില്ല. അമ്മ കാപ്പി ഉണ്ടാക്കത്തത് മച്ചക്കരെ? കാപ്പി ഉണ്ടാക്കത്തെന്ന് പറഞ്ഞാല് കോഫി വെച്ച് തലവേദന അത് പട്ടിണി എന്ന് പറഞ്ഞ കോഫി 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 അത് കൊറിയയിലാണെങ്കിൽ കപ്പി കോഫി. നീ കഴിക്കില്ലേ? കപ്പി. ഞാൻ ദാ വരുന്നു. ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം. ഓ ഞാൻ കൊറേ പേരെനിക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നു. എങ്ങനെ കളിച്ചോണ്ട് കിടന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ എല്ലാരും മാറിപ്പോയി. അമ്മ ഈ കള്ളിയാണെങ്കിൽ
അമ്പലത്തിൽ നിന്ന് എന്നെ ചിരിപ്പിച്ചു, എന്നെ ചിരിപ്പിച്ചോളൂ. ഞാൻ എന്ത് ചെയ്യണം അതുപോലെ ചെയ്യണമ്മ. ഞാൻ എന്തെങ്കിലും വായിക്കാതെ അതും കറുത്ത എന്തേലും വേണ്ട പറയണത്. ഞാൻ പിടിക്കൂ. ഞാൻ അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴാണ്. നിങ്ങളും കേൾക്കണം. അപ്പൊ എല്ലാം ഇങ്ങനെ തൊഴുതിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലവും തൊഴുത് ഒരു ദോശയും കൂടെ ഇട്ടാ. അപ്പൊ ഒരു മിനിറ്റ് കഴിച്ചു. ഓരോ സ്ഥലവും തൊഴുത് ഞാൻ എന്ത് ചെയ്യാണ് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രദർശനമല്ലല്ലോ എന്താ പറയണേ, ചുറ്റും തൊഴുവില്ലേ തന്നെയല്ലേ പ്രദക്ഷിണം. അപ്പൊ പ്രദക്ഷിണം പ്രദക്ഷിണം അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ അവിടത്തെ നമ്മൾ ചുറ്റിനും പോരുമ്പോ ഓരോ ഇത് ഇതൊന്നും എടുത്തപ്പോ ചെറുതാണ്. നമ്മൾ ഓരോ സാധനം ഇങ്ങനെ തൊട്ട് തൊഴുവല്ലോ, ചുറ്റുമ്പോ ഇങ്ങനെ കണ്ണി തൊഴു. അപ്പൊ ഞാൻ ആദ്യം കണ്ണി തൊട്ട് വച്ചില്ല, ഞാൻ ചുമ്മാ അക്കി നോക്കി. അക്കിയുടെ പിറകെ ഞാൻ ചെയ്യും പോലെയൊക്കെ ചെയ്ത നടക്കുകയാണ് എന്തോ ആദ്യം ഒരു അമ്പലത്തിൽ വരും പോലെ. അപ്പൊ ഞാൻ ചുമ്മാ നൈസായിട്ട് എന്ത് ചെയ്തൊക്കെ ഒരൊറ്റ വാതിലിന് മാത്രം തൊട്ട് തൊഴുതേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ ഒരുത്തി പതിയ തൊട്ട് വീഴാണ്. ഞാൻ നോക്കിയപ്പോ ഞാൻ അപ്പൊ എന്നിട്ട് അക്കാൻ ഒന്നിച്ചിരിക്കുന്നു. ഞാൻ നോക്കി ഇങ്ങനെ ഇതിനൊക്കെ നോക്കി അത് കോമഡിയായിരുന്നു. ഈ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഓ ഭയങ്കരം ഭയങ്കരം എൻ്റെ ഭയങ്കരം തന്നെ. കുറെ നാക്കേശന് നാട്ടിൽ വരും. അപ്പൊ എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാ വലിയ പറയണ അക്ക ചേച്ചിയാണ്. ഞാനാണ് അവളെ ചേച്ചി. ഞാൻ എന്നിട്ടാണ് പാവം ഒരു പാവം എന്നിട്ട് അങ്ങനല്ല. അയ്യോ ക്യാമറ കിട്ടി എൻ്റെ കുച്ചഭാവം. ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ രാത്രിത്തെ കോപ്രായി എടുക്കേണ്ടതായിരുന്നു വീഡിയോ അല്ലേ, അതിനുള്ള മൂടില്ലായിരുന്നു. ഇന്നലത്തെ വീഡിയോയുടെ കുറെ കോപ്രായാണ് കഴിഞ്ഞു. ഞാൻ ഒരു ചെറിയ ഷോർട്ട് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് ഇതിനകത്ത് ആഡ് ചെയ്യാം അല്ലേ. ബൈ ഗായ്സ്. ബൈ ബൈ. കഴിക്കട്ടെ. ഇതാണ് ഞങ്ങളെ വീട്ടിലെ റെയർ ആയിട്ടുള്ള ഫാദർ. വല്ലപ്പോഴും കാണും, വല്ലപ്പോഴും കാണും. അപ്പയുടെ വക ASMR ഇടിയപ്പം. അപ്പക്ക് സ്പെഷ്യൽ ഇടിയപ്പം. കൊള്ളാം. ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചത് എന്തോന്നൊക്കെയാ മേടിച്ചത്. ഇപ്പൊ കാണിക്കാനുള്ള സമയമൊന്നുമില്ല. ഇതെന്തോന്നടി പാറു. ഹലോ, താങ്ക് യു. ഇതെന്റെ വഴി ഗിഫ്റ്റ്. താങ്ക് യു. പറ വിഷയടി. കുട്ടിക്ക് സന്തോഷ ജനനം കുട്ടിക്ക്. ഓ ഐസ്ക്രീം അങ്ങനെ ആലോചിച്ച് വന്നതാണ് ചോക്ലേറ്റുമായിട്ട്. ബട്ടർ സ്കോച്ച് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. മാനവനാതാ ഇഷ്ടം. ഓ നമ്മള് രണ്ടൊരു ഒരു ആൾക്കാര് കാണൂല. നീയൊക്കെയല്ലേ വാങ്ങിച്ചത്. ഞാൻ പിന്നീട് കഴിക്കാം നമുക്കിത്. ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷേ ബട്ടർ സ്കോച്ച് ആയിരുന്നു ബെറ്റർ. പക്ഷെ ഇതും ഇഷ്ടമാണ്. വളരെ വളരെ നന്ദിയുണ്ട്, നന്ദിയുണ്ട്. കൊള്ളാം. മെലിഞ്ഞ് കുഞ്ഞായിപ്പം അല്ലേ അമ്മമ്മ? ഗൈസ് നിങ്ങൾ പറയൂ, രണ്ടൊരു സഹോദരങ്ങളെ പോലെയല്ലേ? നിറം വ്യത്യാസമൊന്നേ ഉള്ളൂ, സ്വഭാവവും ആ മൂക്കും എല്ലാം അച്ചട്ടാണ്. സീരിയസ് ആയിട്ട്. ആ ഇവളും അത് തന്നെ. പക്ഷെ ചിരിക്കൊക്കെ വ്യത്യാസമുണ്ട്, ലൈക്ക് സ്വഭാവത്തിനൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ അമ്മയുടെ അതേ സ്വഭാവം തന്നെ മോനിയാണ്. ഹലോ ഹലോ. ഇത് നല്ലോണം കേൾക്കും. ഇത് നീ ഒരുപാട് ശബ്ദം ഉണ്ടാക്കില്ല, ചെറുതായി. അത് ശരി. കൃഷ്ണജി കൂട്ടുകാരിയായിട്ട് എനിക്ക് ഇപ്പൊ
കൃഷ്ണ ചേച്ചിക്ക് നമ്മളെയൊന്നും വേണ്ട എന്തോന്നും പറഞ്ഞു യൂട്യൂബ് ചാനലിന്റെ പേര് എന്റെ അതടിച്ചോക്കിയാ കിട്ടൂല അടിച്ചോക്കിയാ കൊറേ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാനൽ നെയിം അഹല്യാസ് ഡയറീസ് അല്ലേ അതടിച്ചാൽ കിട്ടൂല അത് അടിക്കുമ്പോഴൊക്കെ കുറെ പട്ടിക്കുട്ടിയുടെയൊക്കെ ഇത് കാണും ഓ പൂപ്പീസ് ഡെയിലി വ്ളോഗ്സ് ഓ ഇരട്ട പേരില്ലേ ചെല്ല പേര് അങ്ങനെ പറയാ എനിക്കറിയാം നമുക്ക് കാണിച്ച തന്നെ കൊതിച്ച് പാറുകയാണ് അത് മതിരി ഞാനല്ലേ കൊടുക്കേ മുട്ടായിക്ക് ഇതാർക്ക് അതെനിക്കറിയാം അവക്കാണ് ഞാനാണ് കൊടുക്കണേ ഈ അമ്മ എല്ലാം വിതരണം ചെയ്യണേ എന്തോന്നാ പറയേ വേണ്ട അല്ലെങ്കിൽ താമേ വാങ്ങിച്ച് അത് അത് വെച്ച് 2 ടോപ്പ് വാങ്ങായിരുന്നു എനിക്ക് എനിക്ക് സമാധാനം ഇങ്ങനെ ചെയ്യൂ ബാലു ഇങ്ങനെ ഇത് എപ്പോഴും ഒരേ സ്റ്റൈൽ നീ ഇതില് പറ താതെയാവൂ പൈസ അല്ലെങ്കിൽ എന്റെ ഇരിക്കാൻ മൊത്തം അവക്ക് കൊടുക്കും അയ്യേ ഡയറി മിൽക്ക അപ്പോ നമുക്കേ ഇല്ല പൈസ അപ്പോഴാണ് ഇനി ഗോപികേനെ ഞാൻ കശ്ശേരി പോണോ ഞാൻ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം വേണ്ട കടയില ഒരു 100 രൂപ എനിക്ക് അപ്പൊ 100 രൂപ എന്തൊക്കെയോ കാട്ടുന്നു അവളാണ് ഈ സംസാരിക്കുന്നത് ഞാനല്ല മൈക്കിൽ കൂടെ പലതും കേൾക്കാം അതെ ഒറ്റ നോട്ടമുണ്ട് കിട്ടാതെ നീ രക്ഷപ്പെട്ടാ നീ രക്ഷപ്പെട്ടു കേട്ടാ ചേച്ചിയുടെ ഷൂ റിയൽ ആയിട്ടിരിക്കുന്നു ഇവിടെ കണ്ണാ ചേച്ചി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് പൈസയൊക്കെ താഴെ കിടക്കും നല്ല ഐഡിയ അല്ലേ ലെറ്റ്സ് പ്രാങ്ക് കൃഷ്ണ ചേച്ചി അത് ഞാൻ ബ്ലോഗ് എടുക്കണോണ്ട് അവളെ ഒന്നും തോന്നുന്നു എന്തിരുന്ന് പറയുന്നവള് എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ വരുമ്പോ എവിടെയെങ്കിലും ഇറങ്ങി പോവാം അവൾ ആ ഡയലോഗ് പറയുന്നുണ്ടോ നോക്കട്ടെ നീ പറഞ്ഞ ഒരു ഡയലോഗ് അവള് പറഞ്ഞില്ലല്ലോ ഡി കൃഷ്ണ അമ്മൂമ്മയുടെ റൂമില് ഇവിടെ ഇല്ല മോളിലല്ലേ മോളില് ഇങ്ങനെയാണ് പിടിച്ചോണ്ട് നടക്കാൻ അങ്ങനെ ഓർമ്മല്ല വീഡിയോയിൽ പകർന്നു നീക്ക് എങ്ങോട്ട് ഇവിടെയാ ക്യാമറ മുട്ടായി പിന്നെ കൊടുക്കാം പൈസ ഇതാണ് പൈസ നീ ഇങ്ങനെ പിടിച്ചു ഞാനൊരു ക്യാമറ പിടിക്കാൻ അറിയാമല്ലേ ക്യാമറ ഇങ്ങനെ തന്നെ പിടിക്കണം സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലായി
ഞങ്ങൾ പറ്റിക്കാൻ നോക്കിയായിരുന്നു ഞാൻ. ഈ പൈസ കാണിച്ചാ ചേച്ചി എങ്ങനെ കണ്ടത്? അത് ഈ പൈസ ഇത് കേൾക്കണം. എൻ്റെ ഈ കൊച്ച് എന്നെ വിഷ് ചെയ്തായിരുന്നു നേരത്തെ. അവിടെ വേറെ ഒരുത്തിയുണ്ട്, എനിക്ക് കസിനാണെന്ന് പോലും, കസിൻ ഇതുവരെ വിഷ് ചെയ്തില്ല അല്ലേ. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് അച്ചുമോള് കിടന്ന് ഉറങ്ങിയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ജയമേരെ ഫോൺ വിളിച്ചത്. ഉണർത്താതെ ഞാൻ ജയമേരെ ഫോൺ വിളിച്ചു. എൻ്റെ കൊച്ച് കാണാം. എന്നിട്ട് ഞാൻ വിഷ് ചെയ്തു. ഇല്ല വഴക്ക് കേക്ക്. അമ്മയുടെ മെയിൻ പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചേക്കുക, എന്നിട്ട് കരയുക, സോപ്പിടുക, എന്നിട്ട് നമ്മളെ അലിയിക്കുക കരച്ചില്, എന്നിട്ട് നമ്മൾ അതിന് പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലേ. വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത്രയും ഇതായോടെ. ദേവു എന്തേ നീ എന്ത് ചെയ്യണം ഇവിടെ? ഫാഷൻ അപ്ലോഡ്. ഞാൻ പാൻറ് മാറ്റി വീട്ടിലെ പാൻറ്റാക്കി. എങ്ങനെയുണ്ട്? സീനല്ലേ സീനല്ലേ. ഹായ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു പീസ് ചാനൽ. പട്ടിയല്ല, മനുഷ്യനാണ്. അവർ വിചാരിക്കും പട്ടിയൊക്കെ ഞങ്ങൾക്ക് ചാനൽ ചുമ്മാ ചില പേരാ, ആ മുഖം കണ്ടിട്ട പേരാ, പൂപ്പിന്ന്. ഓക്കെടാ ബൈ, പോയി കഴിയട്ടെ. ശ്രദ്ധിക്കാം. VVIP എഴുന്നള്ളി. കൊച്ചിന് വയ്യ, എൻ്റെ കൊച്ചിന് ക്ഷീണം. 5-6 ദിവസം എനിക്ക് വേണ്ടി ഓടി ഓടി ക്ഷീണം. ആ കണ്ണ് കണ്ടില്ലേ, എന്തൊരു ഐശ്വര്യമാർന്ന കണ്ണ്. 4 മണി കിടന്നു എല്ലാരും. നീ എന്തോ പറയാൻ വന്നല്ല ഇറങ്ങി വന്നപ്പോ? നീ എന്തിനു പറയാൻ വന്നേ? കൊള്ളാം. നീ എന്തോന്ന് പറയാൻ വന്നേ? പറ. നീ എന്തോ ഇറങ്ങി വരണ നേരത്തെ എന്തോ പറയാൻ വന്നല്ല? എന്നെ മൈൻഡ് പോലും ഇല്ല. ഇറങ്ങി വരാൻ നേരത്തെ എന്തോ നീ പറഞ്ഞേ? പിന്നെ നീ ഇരിക്കുന്ന സ്ഥലം തപ്പിട്ടോണ്ട് എനിക്കിരിക്കും. ദേവു വാ, വന്നിരി. എല്ലാം അമ്മ ഉണ്ടാക്കിയ സദ്യകൾ. എൻ്റെ ഫേവറേറ്റ് ആണ് പരിപ്പും പപ്പടവും. ഇന്നലെ അമ്മൂമ്മ ഉണ്ടാക്കി തന്ന് പരിപ്പും പപ്പടവും ഇന്നും കഴിക്കണു ഞാൻ. എന്താ പറയുക, ഞാൻ ഈ ഒരു ഉരുള ഇങ്ങനെ കഴിക്കും. ക്ലിയർ ക്രിസ്റ്റൽ വെള്ളം നീ പറഞ്ഞില്ല. വെള്ളമല്ലേ, എങ്ങനെ അതിന് കുടിച്ചാൽ മതി. അപ്പൊ റോഡിൽ കിടക്കുന്ന നീ ഇത് പ്രശ്നം തന്നെ. ക്യാമറ കാണിക്കുമ്പോ അവിടെ അമ്മ. ഹായ്. നീ പറയുന്ന പോലെ കേൾക്കാവും ഇതിനകത്ത്. ഓ ഹായ് ബ്രോ. നന്ദിയുണ്ട്. താങ്ക് യു പറഞ്ഞു മടുത്തു. ഇനി കുറച്ച് നന്ദി പറയാം. കങ്കണയുടെ ശബ്ദം പോലെ തോന്നി പെട്ടെന്ന് എനിക്ക്. ആ എന്താടാ ഇപ്പൊ പാടിയന്നെ. 3, 2, 1 go. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Okay. അക്ക എന്തേക്കാ മെഴുകുതിരി അണക്കാത്ത?
അതൊന്നും വെച്ചേട്ടാ പിന്നെ വെച്ചോ കൊള്ളൂലേ ആദ്യ കൃഷ്ണ വരണ്ടേ ഈ സൈഡിലൊടുന്നില്ലേ ഓ എന്റെ പന്നോ ഓക്കേ ഓൾ ദ ബെസ്റ്റ് നീ റൊമാൻറ്റിക് ഇങ്ങനെയാണോ നീ ഒരു റൊമാൻറ്റിക് ഹീറോ തന്നെ ഇതിവിടെ അവനെന്താ ചോദിക്കണേ നീ ഒരു റൊമാൻറ്റിക് ഹീറോ തന്നെ ചേട്ടാ ആ 2 പൂവും കൂടെ ഒരുമിച്ച് സെറ്റായി സെറ്റായി ഹായ് പറ ഹായ് പറഞ്ഞ ഞാൻ ഇവിടെ വേറെ ആരും നിൽക്കുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്തോ അല്ലേടാ എനിക്ക് ഫോൺ കിട്ടിയത് ഈ ഫോണ് അപ്പോൾ വന്നത് ഇപ്പോൾ പഴയ വീടാണെന്നാണ് അതെ 1 ഇയർ ഇത്രയും ഇറക്കം ഉണ്ടായിരുന്നു അതിന് അവളുമാരെന്തേ കൊച്ചു പിള്ളേർ ഗൈസ് ഇവിടെ കറണ്ട് പോയി ഇവിടെ എണ്ണി കളിക്കും എത്ര പേർക്ക് വേണമെന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മള് ഇതൊന്ന് കറണ്ട് അങ്ങനെ ഓ ആ ബ്ലാക്ക് ഷർട്ട് ബോയ് ഈ ബ്ലാക്ക് ഷർട്ട് ബോയ് പാവമാണ് അല്ലേ ആര് ഫോളോ ചെയ്താലും തിരിച്ച് ഫോളോ ചെയ്യും ആര് മെസ്സേജ് അയച്ചാലും തിരിച്ച് മെസ്സേജ് അയക്കും ആ അത്രേ ഇൻവെർട്ടർ അല്ലേ നെഫ്രണ്ട് എന്തോന്ന് ആ അത് പോസ് ചെയ്യാൻ പറഞ്ഞ സമയം ഇപ്പോഴേ അവന് താല്പര്യമില്ല അവന് പബ്ലിക് ഇഷ്ടമില്ല പബ്ലിസിറ്റി അവന് പബ്ലിസിറ്റി ഇഷ്ടമില്ല അതാണ്ടേ ഇത്ര നേരം കാണാത്ത കുറച്ച് മുഖങ്ങളാണ് ഇവര് എവിടെ പോണ് കാണാൻ ഈ ലൈറ്റ് പോരെ നിനക്ക് ഇവിടെ ഇവിടെ കിടന്നിരുന്ന് എല്ലാരും പാവിരിക്കുന്നു നാണ്ട കങ്ങണ പോകുന്നു ഇതെന്തോ നേരത്തെ അല്ലടി എല്ലാം താരെ ഇപ്പൊ ഊരി വന്നത് എന്താ പേടിച്ചു ഞാൻ വാ ഇരി നീ ഇതെന്തോ റൗണ്ടിലായിരിക്കാം മോനെ എല്ലാരും ഓക്കെ നൈറ്റ് മറ്റേ എന്ത് പറയല്ല ഫയർ വർക്കാ എന്ത് ആ ക്യാമ്പ് ഫയർ എനിക്കതാ പെട്ടെന്ന് ഇതിൽ വന്നേ അതെ അതെ കൃഷ്ണ എക്കടെ കൂച്ചും ആ ഓക്കെ ഓ കറണ്ട് വന്നു പാവന ഇവിടെ മാർക്ക അവളെടുക്ക അങ്ങടാ ഫോൺ ചാച്ചാ വരുമോ കാണാൻ പറ്റാത്ത ആ ചന്ദ്രൻ അങ്ങനെ എല്ലാവരും പോയി ഇനി 2 പേരും കൂടെ ഉള്ളു അതിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സാണ് അവരും കൂടെ ഉള്ളു ബാക്കി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ നിന്നില്ല പെട്ടെന്ന് പോയി നേരെ
അവന് വേറെ എവിടെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. അവൻ എനിക്കിതായിരുന്നു മേടിച്ചു. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്തൊക്കെ ഇന്ന് മേടിച്ച് ഞാൻ കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ ബ്ലോഗ് അവസാനിപ്പിക്കും. ഇത്രയും ചെറിയ മീൻസ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇപ്രാവശ്യം നല്ല ബിസി. ഞാനും അതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെയല്ലേ ഈ വർഷം കുറേ കൂടെ ബിസി ഉണ്ടായിരുന്നു. ബ്ലോഗ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം ആരും വന്നില്ല. എന്തായാലും എൻ്റെ അനിയത്തിയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ഫ്രണ്ടും വന്നിരുന്നു. എനിക്ക് അനിയത്തിയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് മാതിരിയാണ്. ഞാൻ എല്ലാവർക്കും നല്ല കമ്പനിയാണ്. അതോ അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് മറ്റേ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചിട്ട് ബ്ലോഗിൻ ചെയ്യും. നല്ല ചെറിയൊരു ദിവസമായിരുന്നില്ലേ. ഇതുപോലെ ഇങ്ങനെ സമാധാനത്തോടെ പോയാൽ മതി എല്ലാ ബേർഡും. അത്ര ഉള്ളൂ എനിക്ക്. ശബ്ദം മാറ്റി. ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവരും പോയി തിരിച്ച് വീട്ടിൽ. ഒരു ചെറിയൊരു നല്ലൊരു ദിവസമായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്കും ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.